പൊതുവെ മുസ്ലിങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഒരു ആരോപണമാണ് മുസ്ലിങ്ങൾ മാത്രമാണ് ഭീകരർ, അല്ലെങ്കിൽ ചാവേർ ആക്രമണം നടത്തുന്നവരൊക്കെ മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. ചാവേർ ആക്രമണം ഇസ്ലാം മതത്തിൽ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. ഖുർആനിൽ ഞാൻ ചാവേർ ആക്രമണത്തെ അനുകൂലിക്കുന്ന ഒരു വചനം കണ്ടിട്ടില്ല, ഹദീസിലും കണ്ടിട്ടില്ല. അത് കണ്ടിട്ടുള്ളത് ബൈബിളിലാണ്. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്ന് അന്വേഷിക്കാം, തെളിവുകൾ പറയട്ടെ. ബൈബിളിലെ ന്യായാധിപന്മാർ എന്നുള്ള സ്ഥലത്ത് ഇതിൽ പറയുന്നുണ്ട്, എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു, സകല ഫെലിസ്തീയ പ്രഭുക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഷിംഷോൻ എന്ന് പറഞ്ഞാൽ സാംസൺ കുളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം 3000 പേർ മാളികയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഷിംഷേൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്തീനയോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. ക്ഷേത്രം നിൽക്കുന്ന 2 നടുത്തൂണും ഒന്ന് വലങ്കൈ കൊണ്ടും മറ്റത് ഇടങ്കൈ കൊണ്ടും ഷിംഷോൻ പിടിച്ചു, അവയോട് ചാരി. ഞാൻ ഫിലിസ്തീനോടുകൂടി മരിക്കട്ടെ എന്ന് ഷിംഷോൻ പറഞ്ഞു, ശക്തിയോടെ കുനിഞ്ഞു. ഉടനെ ക്ഷേത്രം അതിലുള്ള പ്രഭുക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു. അങ്ങനെ അവൻ, അതായത് സാംസൺ, മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരെക്കാൾ അധികമായിരുന്നു. ഇത് അധ്യായം 16 വചനം 27-30 ന്യായാധിപന്മാർ. അപ്പോൾ ഇതിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരം ഞാൻ കാണിച്ചു തരാം. Let me die with the Philistines. No. Kill the prisoner! Kill him! Kill him! അപ്പോൾ ഇതാണ് ന്യായാധിപന്മാർ പറയുന്നതിലെ ദൃശ്യാവിഷ്കരണം. ചാവേർ ആക്രമണത്തിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ പ്രാമാണികമായി ചാവേർ ആക്രമണം ന്യായീകരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഹീറോവൽക്കരിക്കുന്ന, ആഘോഷിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്, ന്യായാധിപന്മാരാണ്. അപ്പോൾ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ഈ ആറോലയെ പുണ്യഗ്രന്ഥമായിട്ട് കാണുന്ന ആളുകൾ. പ്രാമാണികമായിട്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് ചാവേർ ആക്രമണം നടത്തിയ സാംസണെ
അല്ലെങ്കിൽ ചാവേർ ആക്രമണത്തെ ആഘോഷിക്കുന്നതും ചാവേർ ആക്രമണം നടത്തിയ സാംസണെ പുണ്യപുരുഷനായിട്ട് കാണുന്നതും. അപ്പോൾ ഈ സാംസൺ പഴയ നിയമത്തിലുള്ളതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ എന്തായാലും സൺഡേ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ക്രിക്കറ്റർ പേരാണ് സഞ്ജു സാംസൺ. അപ്പോൾ എന്തുകൊണ്ടാണ് സാംസൺ അവർ പേരിടുന്നത്? ഇങ്ങനെ പൊട്ടിത്തെറിച്ച സാംസണിനോട് എനിക്കൊരു വിരോധമില്ല. ഞാനൊരു ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ ഒരു പേരില്ല, അല്ലെങ്കിൽ സാംസൺ അവർ വെറുക്കണം എന്നൊക്കെ ചിലപ്പോൾ പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് സാംസൺ എന്നുള്ള പേര് ഞാൻ പറഞ്ഞത്. ഇനി സാംസൺ ഓപ്ഷൻ, ഇനി അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവസാനത്തെ ഓപ്ഷനാണ് അവർ സാംസൺ ഓപ്ഷൻ. അതായത് ന്യൂക്ലിയർ, അവരുടെ അടുത്ത് ന്യൂക്ലിയർ ബോംബുണ്ടെന്നാണ് പറയുന്നത്. അത് പൊട്ടിച്ചിട്ട് അവരും മരിക്കുക, ചുറ്റുമുള്ളവരെയും കൊല്ലുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്ലാൻ. ഈ ബാക്കിലുള്ള സ്ക്രീനിൽ കാണുന്ന നിങ്ങൾ നോക്കൂ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്രദേശമാണ്. ചുറ്റുമുള്ള ആളുകൾ ന്യൂക്ലിയർ ബോംബ് ഈ സമയത്ത് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ ഇടപെടും. അത് വലിയൊരു പ്രശ്നമാണ്, ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവസാനത്തെ വഴി എന്നുള്ള നിലയിൽ സാംസൺ ഓപ്ഷൻ, അതായത് ചാവേർ ഓപ്ഷനാണ് അവർ ഇസ്രായേൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്നൊരു സംഗതിയാണ്. എന്താണ് സാംസൺ ഓപ്ഷൻ എന്നൊക്കെ വിക്കിപീഡിയയിലൊക്കെ തിരഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പ്രവാചകൻ വിജാതീയരുമായി യുദ്ധത്തിൽ ഏറ്റുമുട്ടി, യുദ്ധത്തിന് ശേഷം ഓരോരുത്തരായി അവരവരുടെ സൈനിക ക്യാമ്പുകളിലേക്ക് മടങ്ങി. അപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് അവരവരുടെ പകൽ മാത്രമാണ് യുദ്ധം. അപ്പോൾ രാത്രിയാകുമ്പോൾ അവരവരുടെ സ്ഥാനത്തേക്ക് മടങ്ങും. അങ്ങനെ പോകുന്ന സമയത്ത് വിജാതീയ സൈന്യത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ പിന്തുടർന്ന് വെട്ടിക്കൊല്ലുന്ന ഒരാൾ മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്നു. മുശ്രിക്കുകൾ അവരുടെ സൈന്യത്തിൽ നിന്നും ശത്രു സൈന്യത്തിൽ നിന്നും പോകുന്ന വഴിക്ക് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ടാവും, സൈനികരുണ്ടാവും. അപ്പോൾ അവരെ പിന്തുടർന്നിട്ട് കൊല്ലുന്ന, അത് യുദ്ധം കഴിഞ്ഞിട്ട് അവരുടെ സൈനിക ക്യാമ്പിലേക്ക് പോകുമ്പോൾ പിന്തുടർന്ന് വെട്ടിക്കൊല്ലുന്ന ഒരാൾ മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നബിയോട് പറഞ്ഞു, ആ മനുഷ്യനെ പോലെ അത്ര നന്നായിട്ട് യുദ്ധം മറ്റുള്ളവരാരും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ യുദ്ധം കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്തുടർന്നിട്ട് ആളുകളെ വെട്ടുകയാണ്. അദ്ദേഹം വളരെ ഇത്രയും ആത്മാർത്ഥത മറ്റുള്ളവരിൽ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നബി പറഞ്ഞു, ഫിന്നാർ, അവൻ നരകത്തിലാണ്, അവൻ നരകാഗ്നിയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ആളുകൾ, അതായത് നബിയുടെ അനുചരന്മാർ പറഞ്ഞു, അവൻ നരകാവകാശികളിൽ പെട്ടവനാണെങ്കിൽ പിന്നെ ആരാ സ്വർഗത്തിൽ പോവുക? കാരണം ഇത്രയും ഓവർ ടൈം എടുത്തിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകളാണ്. യുദ്ധം കഴിഞ്ഞ് രാവിലെ വൈകുന്നേരമായപ്പോൾ യുദ്ധമൊക്കെ നിർത്തി അവരവരുടെ ടെൻറ്റിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇവൻ ഓവർ ടൈം എടുത്തിട്ട് മറ്റുള്ളവരെ പിന്തുടർന്ന് കൊല്ലുകയാണ്. അവൻ നരകത്തിലാന്ന് പറഞ്ഞാൽ പിന്നെ ആരപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇവരിങ്ങനെ പരസ്പരം പറഞ്ഞു. ഒരാൾ പറഞ്ഞു, നമുക്കവനെ ഒന്ന് വാച്ച് ചെയ്യാം, അവൻ്റെ ചലനങ്ങളൊക്കെ ഇവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവൻ നരകത്തിലാണെന്ന് പറഞ്ഞത്. അങ്ങനെ ആ മനുഷ്യന് മാരകമായി മുറിവേറ്റു. ഇങ്ങനെ ധീരമായിട്ടും ഘോരമായിട്ടും യുദ്ധം ചെയ്യുന്ന ആ മനുഷ്യന് നന്നായിട്ട് മുറിവേറ്റു ശരീരത്തിലേക്ക്. ആ മനുഷ്യന് വേദന സഹിക്കാൻ വയ്യാതെ പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ വാള് നിലത്ത് കുത്തി അതിൻ്റെ അഗ്രം നെഞ്ചിലേക്ക് ആകുന്ന തരത്തിൽ സ്വയം അതിൽ ചാടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ മരിച്ചയാളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നബിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. നബി പറഞ്ഞു, എന്താണത് അങ്ങനെ പറയണമെന്ന്? അപ്പോൾ ആ മനുഷ്യൻ നബിയോട് മുഴുവൻ കഥയും പറഞ്ഞു. അതായത് ചില മനുഷ്യരുടെ കർമ്മങ്ങൾ നിങ്ങൾക്ക് സ്വർഗവാസികളുടെ കർമ്മങ്ങളായിട്ട് തോന്നിയേക്കാം, അല്ലെങ്കിൽ ആ മനുഷ്യർ സ്വർഗവാസികളായിട്ട് അവരുടെ കർമ്മങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അവർ നരകാഗ്നിയിൽപ്പെട്ടവരാണ്, അവർ നരകത്തിൻ്റെ ആളുകളാണ്. ചില മനുഷ്യർ നിങ്ങൾക്ക് നരകത്തിൻ്റെ ആളുകളായിട്ട് തോന്നിയേക്കാം, പക്ഷെ അവർ ശരിക്കും സ്വർഗത്തിൻ്റെ ആളുകളാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു ഹദീസ് ഉണ്ട് ഇതേപോലെ തന്നെ, ഇതിവിടെ ഉണ്ടായിരുന്നു അല്ലേ. അബൂ ഹുറൈറ ഉദ്ധരിക്കുന്നു, ഖൈബർ യുദ്ധ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ കുറിച്ച് ഇവൻ നരകാഗ്നിയുടെ നിവാസികളിൽ നിന്നാണെന്ന് പറഞ്ഞു. യുദ്ധം ആരംഭിച്ചപ്പോൾ ആ വ്യക്തി വളരെ അക്രമാസക്തമായും ധീരമായും പോരാടി ധാരാളം മുറിവുകൾ ഏറ്റുവാങ്ങി. ആളുകളിൽ ചിലർക്ക് പ്രവാചകന്റെ പ്രസ്താവനയിൽ സംശയം തോന്നി. എന്നാൽ ആ മനുഷ്യൻ തൻ്റെ മുറിവുകളുടെ വേദന സഹിക്ക വയ്യാതെ ആവനാഴിയിൽ നിന്ന് അമ്പുകൾ പുറത്തെടുത്ത് സ്വയം കുത്തി മരിച്ചു. അപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ ചിലർ തിടുക്കത്തിൽ വന്നു പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹു നിങ്ങളുടെ പ്രസ്താവന സത്യമാക്കിയിരിക്കുന്നതിനാൽ അയാൾ ആത്മഹത്യ ചെയ്തു. നബി പറഞ്ഞു, അങ്ങനെയുണ്ടോ? എന്നാൽ എഴുന്നേൽക്കൂ, എണീറ്റ് നിന്നിട്ട് പറ, ഒരു വിശ്വാസിയല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്നും മര്യാദയില്ലാത്ത ദുഷ്ടനെ കൊണ്ട് അള്ളാഹു മതത്തെ പിന്തുണച്ചേക്കാമെന്നും പ്രഖ്യാപിക്കുക. ബുഖാരി 42:3. അപ്പോൾ ഇതിൽ ട്രംപ് തന്നെ പറയുന്നുണ്ട്, ഹിലറി ക്ലിന്റൺ പറയുന്നുണ്ട്, അവർ റഷ്യക്കെതിരെ ഐസിസിനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, താലിബാൻ അൽ-ഖായ്ദ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. We also have a history of kind of moving in and out of Pakistan. I mean, let's remember here, the people we are fighting today, we funded 20 years ago. And we did it because we were locked in this struggle with the Soviet Union. They invaded Afghanistan, and we did not want to see them control Central Asia. And we went to work,
And it was President Reagan, in partnership with the Congress, led by Democrats, who said, you know what, sounds like a pretty good idea. Let's deal with the ISI and the Pakistani military, and let's go recruit these mujahideen, and let's get some to come from Saudi Arabia and other places, importing their Wahhabi brand of Islam so that we can go beat the Soviet Union. And guess what? They retreated. They lost billions of dollars, and it led to the collapse of the Soviet Union. So there's a very strong argument, which is, wasn't a bad investment to end the Soviet Union, but let's be careful what we sow because we will harvest. So we then left Pakistan. We said, okay, fine, you deal with the stingers that we've left all over your country. You deal with the mines that are along the border. And by the way, we don't want to have anything to do with you. In fact, we're sanctioning you. So we stopped dealing with the Pakistani military and with ISI, and we now are making up for a lot of lost time. ഇസ്ലാമിന്റെ പ്രാമാണികമായ കാഴ്ചപ്പാട് ഡിഫറൻ്റ് ആണ്. നിരപരാധികളെ കൊല്ലുക, അതിപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ, ഇപ്പോൾ യുദ്ധത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ വെട്ടണം, കാരണം അത് യുദ്ധമാണ്. യുദ്ധത്തെ സാഹചര്യത്തിൽ ഒരാളെ വെട്ടുന്നതും അപ്പോൾ യുദ്ധം നിർത്തിയിട്ട് പോകുന്ന ഒരാളെ വെട്ടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മാത്രമല്ല, അത്രയും ധീരമായിട്ട് യുദ്ധം ചെയ്ത ഒരാൾ, അയാൾ ആത്മഹത്യ ചെയ്യുന്നത്, ഇത്രയും പോരാടിയിട്ട് അയാൾ ഇത്രയും വെട്ടുകൊണ്ടിട്ട് അവസാനം ആത്മഹത്യ ചെയ്യുകയാണ്, എന്നിട്ട് അയാൾ നരകത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഹദീസുകളും നിങ്ങൾ കൂട്ടി വായിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. ഇസ്ലാമിൽ ചാവേറാക്രമണം പ്രാമാണികമായിട്ട് തെറ്റാണ്. തൂങ്ങിച്ചാകുന്നവൻ നരകത്തിൽ കാലാകാലം തൂങ്ങിച്ചെത്തുകൊണ്ടേയിരിക്കും. നരകത്തിൽ ഖാലിദീന ഫിഹ, എൻഡിങ് ഇല്ല, കാലാകാലം ഇതന്നെ തൂങ്ങിച്ചവ. ഇപ്പോൾ ട്രെയിനിന് തലവെക്കണം, ട്രെയിൻ വരുന്നു തലവെക്കുന്നു, ട്രെയിൻ വരുന്നു തലവെക്കുന്നു, ട്രെയിൻ വരുന്നു തലവെക്കുന്നു, ഇതന്നെ. ഇതാണ് നരകത്തിലെ. ഇപ്പോൾ ഒരാൾ തീ കൊളുത്തിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആദ്യം തീ കൊളുത്തുന്നു, വീണ്ടും അവന് ശരീരം ഉണ്ടാകുന്നു, വീണ്ടും തീ കൊളുത്തുന്നു. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതേപോലെ ആദ്യം ഇത് പൊട്ടിത്തെറിക്കുന്നു, ഇതിപ്പോൾ ലൂപ്പാണ്. അതേപോലെ പൂർവ്വസ്ഥിതിയിൽ വരുന്നു, വീണ്ടും പൊട്ടിത്തെറിക്കുന്നു. അപ്പോൾ അതേപോലെ നരകത്തിലും ഇത് തന്നെയായിരിക്കും ഇവരുടെ പണി എന്നാണ് പറയുന്നത്. സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുന്നവന് നരകത്തിൽ ഇങ്ങനെ കുത്തിച്ചെത്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കുറവാകുന്നത്. അതിൽ ഗുണമുണ്ട് ദോഷമുണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ഹൈജാക്ക് ചെയ്ത ആളുകൾ, അപ്പോൾ അവരുടെ നാഷണാലിറ്റി നോക്കുമ്പോൾ 19 പേര് അൽ-ഖായിദ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാണ്. ദേ ഹെയിൽഡ് ഫ്രം 4 countries. 15 of them were citizens of Saudi Arabia. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിച്ചതിൽ 15 പേരും സൗദി അറേബ്യൻ സിറ്റിസണാണ്. അമേരിക്ക ആക്രമിച്ചതും ഇറാഖ്. അതാണ് അതിലെ രസം. 2 from യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് one was from ഈജിപ്ത് ആൻഡ് 1 from ലെബനാൻ. ഇതൊക്കെ അമേരിക്കൻ അടിമ രാജ്യങ്ങളാണ്. അവിടെ എന്തൊക്കെ നടക്കണമെന്ന് അമേരിക്കയാണ് തീരുമാനിക്കുന്നത്. ട്രേഡ് സെൻറ്റർ ആക്രമണം ശരിയാണെന്ന് ചോദിച്ചാൽ പ്രാമാണികമായിട്ട് ഇസ്ലാമികമായിട്ട് തെറ്റാണ്. ന്യായമാണെന്ന് ചോദിച്ചാൽ അമേരിക്ക എന്തിനാണ് സൗദിയെ കൺട്രോൾ ചെയ്യുന്നത്? അവിടെ എന്തിനാണ് ക്രൂരന്മാരായ ഏകാധിപതികളായ രാജാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത്? അവിടുത്തെ സമ്പദ് വ്യവസ്ഥ, അവിടുത്തെ പെട്രോൾ അമേരിക്കൻ എക്കോണമിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഒരു അധിനിവേശമാണ്, കൊളോണിയലിസമാണ്, സാമ്രാജ്യത്വമാണ്. ആ സാമ്രാജ്യത്വത്തിനെതിരെ പ്രതികരിക്കാൻ അവിടുത്തെ പൗരന്മാർക്ക് അർഹതയുണ്ട്. കാരണം അത് പരസ്പരം തമ്മിലുള്ള ഒരു അഗ്രിമെൻറ്റ്സ് അല്ല. അവിടെ രാജഭരണമാണ്. സൗദികളെ അടിമകളാക്കി ഭരിക്കുന്ന അമേരിക്കയെ ദ്രോഹിക്കുക എന്നുള്ളത്, തിരിച്ച് പണി കൊടുക്കുക എന്നുള്ളത് ഓരോ സൗദി പൗരനും അർഹതയുള്ള ഒന്നാണ്. UAE-ക്കായാലും അവർക്ക് അത് അർഹതയുണ്ട്, ഈജിപ്തിനായാലും അത് അർഹതയുണ്ട്. നിങ്ങൾ മറ്റുള്ള രാജ്യത്തിൽ ഇടപെട്ടിട്ട് ആ രാജ്യത്തെ പൗരന്മാരെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏകപക്ഷീയമായ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അവരെ അടിമകളാക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അടിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സമത്വം എന്ന് പറഞ്ഞാൽ പരസ്പരം നമ്മൾ ആരെക്കാളും താഴെയോ അല്ല മുകളിലോ അല്ലാതാവുമ്പോഴാണ് അടിമ ഉടമയല്ലാത്താവുന്നത്. മാലിക് എന്ന് പറഞ്ഞാൽ ഉടമ എന്നാണ് അർത്ഥം. രാജാവ് ഉടമ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരർത്ഥമാണ്. അപ്പോൾ ഉടമയുള്ള സ്ഥലത്ത് അടിമയാണുള്ളത്. അപ്പോൾ രാജാവുള്ള സ്ഥലത്ത് അവിടെ അടിമകളാണ്. അപ്പോൾ രാജാവിനെ വെച്ചിട്ട് അടിമകളാക്കി ഭരിക്കുന്ന, അവിടുത്തെ പെട്രോളിയം വിറ്റിട്ട് ആ പെട്രോൾ ഡോളർ ബോണ്ടിൽ അമേരിക്ക സൂക്ഷിക്കണം, അമേരിക്കൻ ട്രഷറിയിൽ സൗദിയോട് കടം വാങ്ങുകയാണ്. അപ്പോൾ റഷ്യക്ക് ഒരുപാട് അമേരിക്കൻ ഡോളർ കൊടുക്കാനുണ്ട്, പക്ഷെ അവർ കൊടുക്കുന്നില്ല, അവർ ഫ്രീസ് ചെയ്തു. അങ്ങനെ നാട്ടുകാരുടെ കാശ് കൊണ്ട് ജീവിക്കുന്ന നാറികൾ. യുക്രൈൻ ആക്രമിച്ചു എന്നാണ് റഷ്യക്കെതിരെ പറയുന്ന ന്യായം. അപ്പോൾ ഇറാഖ് ആക്രമിച്ചു, അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചു, എന്തിന്? അപ്പോൾ ഇതിനെ അമേരിക്ക ആര് പണി ചെയ്യും? അതും കൂടി നോക്കണ്ടേ? ട്രംപ് തന്നെ പറയുന്നുണ്ട് അതൊരു ബുഷിന്റെ തമ്മാടിത്തരായിരുന്നു. അപ്പോൾ അതിന് അമേരിക്ക ആര് പണി ചെയ്യും? This crusade is going to take a while, and the American people must be patient.
may have been the worst decision going into Iraq, may have been the worst decision anybody has made, any president has made in the history of this country. That's how bad it is. We have spent $2 trillion in Iraq and fighting Iraq. 2 trillion. 2 trillion. Thousands of lives, right? We have wounded warriors who I love all over the place. We got nothing. He went into Iraq. It was a horrible decision. ഇല്ലേ? അപ്പം ഇങ്ങനെ ഏകപക്ഷീയമായ തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യത്തെ ആ രാജ്യത്തിൻ്റെ കുറച്ച് പൗരന്മാർ തങ്ങളുടെ ജീവൻ പണയം വെച്ചിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ തള്ളി പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇസ്രായേലിലെ പ്രശ്നം, അവിടെ മുസ്ലിങ്ങൾ അവരുടെ മതം പറയുന്നിടത്തോളം കാലം ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കിയാൽ സമാധാനപരമായിട്ട് പറഞ്ഞിട്ട് മതേതരത്വം പറയുകയാണെങ്കിലും ഓക്കെ, പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇസ്രായേലിനെ നശിപ്പിക്കാൻ നോക്കിയാൽ ഇസ്രായേലിന് ന്യൂക്ലിയർ ബോംബ് വെച്ചിട്ടോ സ്വയം പൊട്ടിത്തെറിച്ചിട്ടോ ഇസ്രായേലിനത് ചെയ്യാനുള്ള ധാർമ്മികമായ അർഹതയുണ്ട്, ധാർമ്മികമായ അവകാശമുണ്ട്. അതിൽ ഞാൻ ഇസ്രായേലിനൊപ്പമാണ്. ആ സാംസൺ ഓപ്ഷൻ എന്തിന് ഞാൻ ഈ ബൈബിളിലെ സാംസണിനൊപ്പമാണ് ഞാൻ. കാരണം അദ്ദേഹത്തെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ അന്യായമായിട്ട് അവിടെ പീഡിപ്പിക്കുകയും അത് കണ്ടിട്ട് മറ്റുള്ളവർ ചിരിക്കുകയാണ്, ആ ഒരു അധികാരത്തിൻ്റെ അഹങ്കാരം കാണിക്കുകയാണ്, ഗുണ്ടായിസം കാണിക്കുകയാണ്. അവിടെ സാംസൺ അതിൽ കുറച്ച് അതിഭാവുകത്വം ഉണ്ടെങ്കിലും സാംസന്റെ ഭാഗത്താണ് ന്യായം. എന്തായാലും ഞാൻ എന്നെ ഒരു അന്യായമായിട്ട് കൊല്ലുകയാണ്, അങ്ങനെ കൊല്ലുമ്പോൾ ഇവരെയും കൂടി ഞാൻ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചിട്ട് സാംസൺ ആ ക്ഷേത്രത്തിൻ്റെ തൂണുകൾ പിടിച്ച് വലിച്ചിട്ട് സാംസണിനോട് കൂടി അവരെ കൊല്ലുകയാണ്. അതിൽ ഞാൻ സാംസണിനോടൊപ്പമാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി. നിങ്ങളോട് മാന്യമായിട്ട് ഇടപെടാത്ത ഒരാളോട്, നിങ്ങളോട് ഗുണ്ടായുസം കാണിക്കുന്ന ഒരാളോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങളുടെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും. ഒരാൾ ജീവൻ കൊടുത്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അയാൾക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്മാരെ മറ്റുള്ളവർ കൊണ്ടുപോകരുത്. ആൾക്കൂട്ട ബലത്തിൻ്റെ പേരിലോ ആയുധ ബലത്തിൻ്റെ പേരിലോ മറ്റുള്ള ശക്തിയുടെ ബലത്തിൻ്റെ പേരിലോ സ്ത്രീകളോട് ശക്തിയുടെ ബലം കാണിക്കാൻ ചില ആളുകൾ തയ്യാറാകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ബലങ്ങളുടെ പേരിൽ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന ആരുടെ മേലെയും തങ്ങളുടെ ശക്തി അനുസരിച്ച് പ്രതികരിക്കാനുള്ള അവകാശം, ധാർമ്മികമായ അവകാശം എല്ലാവർക്കും ഉണ്ട്. അത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഇനി സൂയിസൈഡ് അറ്റാക്ക് ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഒരുപാട് സൂയിസൈഡ് പറയുന്നുണ്ട്. ഇതിൽ എവിടെയോ പറയുന്നുണ്ട്. അതായത് ഇസ്ലാമിലെ 2 ഖലീഫമാരെയും കൊന്നിട്ടുള്ളത് സൂയിസൈഡ് അറ്റാക്കിലാണെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ മദീനയുടെ ഉമറിനെ കൊന്നിട്ടുള്ളത്, ഉമർ നിസ്കരിക്കുമ്പോൾ അബൂലൂലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് ജിസിയ ചുമത്തി പേർഷ്യ ആക്രമിച്ചിട്ട് അപ്പോൾ അവർ എന്നിട്ട് അടിമകളാക്കി. അപ്പോൾ അവരതിന് പ്രതികാരം ചെയ്തു. അതൊരു സൂയിസൈഡ് അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇസ്ലാമിക സാമ്രാജ്യത്ത് അവിടുത്തെ നേതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അതും ഇന്ത്യയിൽ മോഡിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യപരമാണ്. അപ്പം അതേപോലെ ആ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് വെച്ചിട്ട് അവിടുത്തെ ഭരണാധികാരി, അതിൻ്റെ സെൻട്രൽ കീ ഫിഗറിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ ഉസ്മാനെയും അപ്പോൾ 2 പേരെ കൊന്നു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അലിയെയും ഉമറിനൊക്കെ ആയിരിക്കാം. അപ്പോൾ 3 പേരും കൊല്ലപ്പെട്ടതാണ്. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഹാഷിഷീൻ ഇപ്പം നമ്മൾ ചില ഹോളിവുഡ് പടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനെ പലരും ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഡച്ചുകാർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആസിയ സുൽത്താൻ, ഇവർ എന്തിന് നമ്മുടെ മലബാറിൽ വരെ സൂയിസൈഡ് ബോംബിംഗ് ഉണ്ടായിരുന്നു എന്നാണ് വിക്കി പറയുന്നത്. ഇന്ത്യയിൽ വേലു നെച്ചിയാർ എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കെതിരെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ റഷ്യക്കാർ ചെയ്തിട്ടുണ്ട്, ചൈനീസുകാർ ചെയ്തിട്ടുണ്ട്. പിന്നെ ജാപ്പനീസ് കാമിക്കാസി എന്ന് പറഞ്ഞിട്ട് 2ാം ലോക മഹായുദ്ധത്തിൽ ഒരു പ്ലെയിന് കൊണ്ടുപോയിട്ട് പ്ലെയിനിൽ ഫുള്ള് സ്ഫോടന വസ്തുക്കൾ കയറ്റിയിട്ട് കൊണ്ടുപോയിട്ട് അങ്ങ് ഇടിച്ച്, അത് ഇതേപോലെ ട്രേഡ് സെൻറ്റർ പോലെ തന്നെ ഫുള്ള് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിൽ പ്ലെയിനിൽ ഇതില്ല, സ്ഫോടക വസ്തുക്കളില്ല. പക്ഷെ ഇത് സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ചിട്ട് ടാർഗറ്റ് ഷിപ്പുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇടിച്ച് കയറ്റുക, എന്നിട്ട് പൊട്ടിത്തെറിക്കുക, അങ്ങനെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അവർ ചെയ്തിട്ടുണ്ട്. ജർമ്മൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊറിയൻ വാറിലുണ്ട്. ഇങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഇത് 1980 to 2015 വരെ കൂടുതലും ചെയ്തിട്ടുള്ളത് മുസ്ലിം സംഘടനകൾ തന്നെയാണ്. അതിൽ LTT ഉണ്ട്. LTT മുസ്ലിം സംഘടനയല്ല. നമ്മുടെ ശ്രീലങ്കയിലെ സിംഹളർ, അവിടുത്തെ ന്യൂനപക്ഷമായ പാവങ്ങളായ ആളുകളോട് അനീതിപരമായിട്ട് അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തപ്പെടുന്ന രീതിയിൽ തുല്യാവകാശം അവർക്ക് കൊടുത്തില്ല. അവരെ 2ാം തരം സിറ്റിസന്മാരായിട്ട് കണ്ടു. തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം LTTക്കുണ്ട്. അപ്പോൾ ഞാൻ അതിനെ അനുകൂലിക്കുകയല്ല. അങ്ങനെ അതുപോലെയല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത്.
നമ്മളെല്ലാവരോടും മാന്യമായിട്ട് പെരുമാറുമ്പോൾ മറ്റുള്ളവർക്ക് ധാർമ്മികമായ അവകാശം ഉണ്ടാവില്ല. എല്ലാവരുടെയും രാജ്യമാണ്, എല്ലാവരുടെയും ലോകമാണ്, എല്ലാവരുടേതുമാണ് ഈ ഭൂമി എന്നൊക്കെയുള്ള ചിന്ത എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു ചിന്തയൊന്നുമല്ല, മഹത്തായ ചിന്തയൊന്നുമല്ല. നമുക്ക് മാനം മര്യാദക്ക് ജീവിക്കണമെങ്കിൽ, നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കൾക്ക് ജീവിക്കണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ബിൽ ക്ലിൻ്റൺ പറഞ്ഞതുപോലെ മെക്സിക്കോയിൽ, അല്ലെങ്കിൽ ബിൽ ക്ലിൻ്റൻ്റെ അയൽരാജ്യങ്ങളാണ് മെക്സിക്കോ, കാനഡ ഓക്കെയാണ്. മെക്സിക്കോയിലൊക്കെ അവരെ വികസിപ്പിക്കാൻ മെനക്കെട്ടില്ലെങ്കിൽ അവന്മാർ പിന്നെ ഡ്രഗ്സ് വിൽക്കും, കുഴപ്പങ്ങളുണ്ടാക്കും. അത് ആർക്കാണ് ഡ്രഗ്സ് വിൽക്കുന്നത്? അമേരിക്കക്കാർക്ക്. അതേപോലെ നമ്മളുടെ കുടുംബം, നമ്മളുടെ വീടിന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ജോലിയില്ലാത്ത ആളുകൾ നമ്മളുടെ കുട്ടികൾക്ക് ഡ്രഗ്സ് വിൽക്കും, അവർക്ക് വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും നമ്മൾ നീങ്ങാതെ മൊത്തത്തിൽ എല്ലാവരുടെയും വികസനം, തുല്യമായ പ്രാധാന്യം ഒക്കെ കൊടുക്കുകയാണ് എല്ലാവരുടെയും സുരക്ഷിതത്വത്തിനും നല്ലത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചാവേറിൻ്റെ മതം എന്ന് പറയുന്നത്, അതായത് പ്രാമാണികമായിട്ട് ചാവേറിസത്തെ അനുകൂലിക്കുന്നത് സാംസൺ ആണ്. പലരും പറയാറുണ്ട്, ചില ഫോട്ടോസൊക്കെ കാണാറുണ്ട്, ഈ അരയിൽ ഒരു ഇരുമ്പ് അടിവസ്ത്രം ഇട്ടിട്ട്, കാരണം ഇരുമ്പ് അടിവസ്ത്രത്തിന് ഇട്ടിട്ട് പൊട്ടിത്തെറിക്കുന്ന ചാവേർ എന്നുള്ള രീതിയിൽ മുസ്ലിങ്ങളെ പലരും കളിയാക്കിയിട്ടൊക്കെ ഫോട്ടോസ് വിടാറുണ്ട്. ഷണ്ടൻ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിക്കിൾസ് ഇല്ലാത്ത ആളുകൾ, ചിഹ്നലിംഗം എന്ന് പറഞ്ഞാൽ മുറിയൻ, യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്, അവർക്ക് യഹോവയുടെ സഭയിൽ പ്രവേശനമില്ല. ബൈബിളിൻ്റെ സംഗതിയാണ് അരയിൽ ജെട്ടി കെട്ടിയിട്ടൊക്കെ മരിക്കാൻ പോകുന്നത്. കാരണം അങ്ങനെ ഒരു വചനം ഇസ്ലാമിക പ്രമാണങ്ങളിലില്ല. കാരണം ഇവരെന്താണെന്ന് അറിയാം, അങ്ങനെ മിഷണറീസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഒക്കെ അങ്ങനെ ഒരു വിചാരിക്കാൻ കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ കോപ്പിയടിച്ചതാണെന്നാണ്. അത് സത്യമാണ്. കാരണം ചരിത്രം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾക്ക് ഇതൊക്കെ പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ 6 നൂറ്റാണ്ടിൻ്റെ പുരോഗമനം ഖുറാനിലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്? സാംസണെ കോപ്പി ചെയ്തിട്ടില്ല, മോശയെ കോപ്പി ചെയ്തിട്ടുണ്ട്, സക്രിയെ കോപ്പി ചെയ്തിട്ടുണ്ട്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാനെ കോപ്പി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബൈബിളിലെ പുണ്യപുരുഷന്മാരെ, ഡേവിഡിനെ, സോളമനെ, സുലൈമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ സാംസണിനെ മുസ്ലിങ്ങൾ കോപ്പി ചെയ്തിട്ടില്ല. അതും കൂടി നമ്മൾ ഈ സമയത്ത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. മിഷണറിമാർ എന്തുകൊണ്ടാണ് ഇത് മുസ്ലിങ്ങളുടെ തലയിലിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിചാരിച്ചിരുന്നത് കോപ്പി അടിക്കുന്ന സമയത്ത് ഇതും കൂടി കോപ്പി അടിച്ചിട്ടുണ്ടാവുന്നതാണ്. പക്ഷേ ആ സാധനം സാംസണിനെ മുസ്ലിങ്ങൾ കോപ്പി അടിച്ചിട്ടില്ല. ചാവേർ ആക്രമണം ചില സാഹചര്യങ്ങളിൽ ന്യായീകരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേലിന് സ്വയം പൊട്ടിത്തെറിക്കാൻ മറ്റുള്ള വഴികളില്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ മസിൽ പവറും മറ്റും പ്രകടിപ്പിച്ചാൽ ജൂതന്മാർക്ക് പൊട്ടിത്തെറിക്കാവുന്നതാണ്. അതേപോലെ ജൂതന്മാർ മസിൽ പവർ പ്രകടിപ്പിച്ചാൽ മറ്റുള്ളവർക്കും പൊട്ടിത്തെറിക്കാവുന്നതാണ്. കാരണം മര്യാദക്ക് ജീവിക്കുന്നവരോടൊപ്പം മര്യാദക്ക് ജീവിക്കുക, മര്യാദ ഇല്ലാത്തവരോടൊപ്പം ജീവിച്ചിട്ട് കാര്യമില്ല, അടിമയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യുക? തണ്ട് കാണിക്കുന്നവരോട് അടുത്ത് പോയിട്ട് പൊട്ടിത്തെറിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ചാവുക. അത് തന്നെയാണ് തോന്നുന്നു ഇന്നിപ്പോൾ പലസ്തീനികൾ ചെയ്യുന്നത്. അവരെ തടവിലിട്ട, അല്ലെങ്കിൽ അവരോട് ഇരട്ടത്താപ്പോട് കൂടി പെരുമാറുന്ന, വേലികെട്ടി പലസ്തീനികൾ എന്തൊക്കെ ചെയ്യണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചാൽ ഇസ്രായേലിനോട് പ്രതികരിക്കാനുള്ള അവകാശം പലസ്തീനികൾക്കുണ്ട്. അതവർ പ്രതികരിച്ചു, അതിന് ഇസ്രായേൽ പകരം കൊടുക്കുന്നു. തുർക്ക് ഒട്ടോമൻ രാജവംശം അർമേനിയയിൽ കൂട്ടക്കൊല ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചരിത്രത്തിൽ വളരെ മോശമായിട്ടാണ് വായിക്കാറ്. നമ്മൾ ഹിറ്റ്ലറിനെ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? അന്ന് ഹിറ്റ്ലറിൽ ശക്തിൻ്റെ സമയത്ത് ഹിറ്റ്ലറിനെ ചിലപ്പോൾ അങ്ങനെ കണ്ടുകൊള്ളുന്നില്ല. കാരണം അങ്ങനെയാണ്, ഒരാൾക്ക് പവറുള്ള സമയത്ത് അയാൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ അയാളുടെ പവറിൽ നിന്നൊക്കെ പോയി. കാരണം പവർ എപ്പോഴും ഒരു സ്ഥലത്ത് നിൽക്കണമെന്നില്ല, അത് മാറി മറിഞ്ഞ് പോവും. അത് എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ നാളെ ചരിത്രത്തിൽ വായിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന ഈ ഗുണ്ടായിസം അല്ലെങ്കിൽ ഈ ക്രൂരതയൊക്കെ അതിന് ഒരു ചെറിയൊരു കാരണം പലസ്തീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പലസ്തീനുകൾക്ക് എല്ലാം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് പോലെ പലസ്തീന് ഒരു രാജ്യം കൊടുക്കണം എന്നാണ്. അങ്ങനെ ഒരു രാജ്യം കൊടുക്കാത്തടത്തോളം കാലം പലസ്തീനുകൾക്ക് ഇസ്രായേലിൻ്റെ മേലെ കുതിര കയറാനുള്ള അവകാശമുണ്ട്. അതിന് ഇസ്രായേൽ ചിലപ്പോൾ വളരെ ഭീകരമായിട്ട് പ്രതികരിക്കും. അപ്പോൾ എൻ്റെ ഒരിതിൽ ഇസ്രായേലും അങ്ങനെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം അവർക്ക് പലസ്തീനിലെ ഇല്ലാതാക്കണം, അങ്ങനെ അവർക്ക് സുരക്ഷ കിട്ടുന്നവർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവർ പലസ്തീനുകളെ മാക്സിമം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. നല്ലതാണ്, ഇസ്രായേലികൾക്ക് സുരക്ഷ കിട്ടിക്കോട്ടെ. പക്ഷേ എങ്ങനെ കിട്ടും? പലസ്തീനുകൾ ഇല്ലാതായാലും അപ്പുറത്ത് ഈജിപ്തില്ലേ, അപ്പോൾ എത്ര പേരിങ്ങനെ കൊന്നു തീർക്കും. അപ്പോൾ അവർക്കൊരു രാജ്യമുണ്ടാക്കിയിട്ട് അവരെ ആശ്വസിപ്പിച്ച് പരസ്പരം മിങ്കിൾ ചെയ്ത് കഴിയുക എന്നുള്ള, മിങ്കിൾ ചെയ്യാൻ എന്തായാലും പറ്റില്ല. ഓക്കെ, അവർക്കൊരു പ്രത്യേക രാജ്യം കൊടുത്തിട്ട് അവരുടെ പാട്ടിന് വിടുക എന്നല്ലാതെ മറ്റൊന്നും ഇസ്രായേലിന് മുന്നിൽ ഒരു വഴിയില്ല. ഇസ്ലാമിൽ ആത്മഹത്യ വളരെ ഭീകരമായ പാപമാണ്. അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ ആത്മഹത്യ ചെയ്യാത്തത്. അത് ഒരു കണക്കിന് ഗുണമാണ്, ഒരു കണക്കിന് ദോഷമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഗതികേട് കൊണ്ട് കുറച്ച് ലോൺ എടുത്തു, നിങ്ങൾക്കത് തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, അവർ നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വെറുപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ജീവിതം അസഹ്യമായിട്ട് തോന്നുകയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റുള്ള വഴികളൊന്നുമില്ല. പക്ഷെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഢമായൊരു വിശ്വാസം കാരണം പരലോകത്ത് ഇങ്ങനെ നിരന്തരമായിട്ട് ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കണം
എന്നുള്ളൊരു വിശ്വാസം കാരണം നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നില്ല. അങ്ങനെ ജീവിതമാകെ നരകമായി മാറിയിരിക്കുകയാണ്. അപ്പം അത് ദോഷമാണ്. നിങ്ങളോടൊപ്പം ജീവിക്കുന്ന ആളുകൾ മര്യാദയില്ലാത്തവരാകുകയും അവർ നിങ്ങളെ ദ്രോഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിത്യശാന്തിയിലേക്ക് നീങ്ങാം. കാരണം മരണമെന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ശാന്തത എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്വർഗം. അപ്പം മരണമാണ് അനന്തമായ സ്വർഗം. ഒരു ടെൻഷനില്ല, കക്കൂസിൽ പോകണ്ട, ഭക്ഷണം കഴിക്കണ്ട, ഒരു ടെൻഷനും ഇല്ല. അപ്പോൾ നമ്മൾ പലരും പറയാറ് നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലേക്ക് പോയിരുന്നെങ്കിലും, കാരണം ടെൻഷനുകളൊന്നുമില്ല. അപ്പോൾ ടെൻഷനില്ലാത്ത നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു സുഖമാണ്. അപ്പം അതേപോലെ ശാന്തസുന്ദരമായ സ്വർഗം നിങ്ങൾക്ക് അതിലൂടെ സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോണ് തന്നവൻ, അവൻ കയ്യിൽ പൈസ ഉണ്ടായിട്ടാണല്ലോ നിങ്ങൾക്ക് ലോണ് തരുന്നത്. അപ്പോൾ അവൻ വിചാരിക്കും, ഓ ഇവനോട് കൂടുതൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ ആത്മഹത്യ ചെയ്താൽ കിട്ടുന്നതും പോകും എന്നുള്ളൊരു ബോധം അവരുണ്ടാകണം. നിങ്ങൾക്ക് ലോൺ തരുന്നവരുണ്ടാകണം. നിങ്ങളോട് മറ്റുള്ളവർ മാന്യമായിട്ട് പെരുമാറും. നിങ്ങളെ വല്ലാതെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഇവനെങ്ങനെ വീട്ടിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു ഭയം മറ്റുള്ളവർക്കുണ്ടാകും. നിരപരാധികളെ കൊല്ലുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കിപ്പോൾ മിലിറ്ററി ആയുധം വാങ്ങാനെന്നുള്ള പാങ് അവരെടുത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ദ്രോഹിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടാളികളെ അവർ ദ്രോഹിക്കും. അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സർവായുധ സന്നാഹവുമായിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. നിങ്ങൾക്ക് കൊല്ലാൻ ഇങ്ങനെ വന്നിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. പാണ്ടിലോറിക്ക് മുന്നിൽ ഇങ്ങനെ നെഞ്ചുവരിച്ച് നിൽക്കണം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമായ കാര്യമല്ല. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നത് അവർ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ പലരും പലസ്തീനികളെ ബങ്കറിൽ അല്ലെങ്കിൽ അവിടുത്തെ ടണലിൽ ജീവിക്കുന്നു എന്നുള്ളതൊക്കെ കളിയാക്കാറുണ്ട്. ഇറാൻ്റെ ആക്രമണം ഭയന്നിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നെതന്യാഹുവും മറ്റുള്ള ആളുകളും ഒക്കെ ബങ്കറിലാണ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒക്ടോബർ 31 ഇപ്പോൾ ഇന്നത്ര 18ആയി. അപ്പോൾ 18 ദിവസത്തോളമായിട്ട് ബങ്കറിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ നാസ്തിക മോർച്ചക്കാരൊക്കെ ചോദിക്കാത്തത് ഇസ്രായേലികളോട്? നിങ്ങൾ പൗരന്മാരെ മേലെ നിർത്തിയിട്ട് അവിടുത്തെ ഭരണാധികാരികളൊക്കെ ബങ്കറിനുള്ളിൽ നിൽക്കുകയാണോ എന്നുള്ളത്. അപ്പോൾ അവസാനമായിട്ട് ഇതിലൊരു കാര്യം പറയാനുള്ളത്, ബൈബിളിലാണ് ചാവേറാക്രമണത്തെ ന്യായീകരിക്കുന്ന വചനങ്ങൾ ഉള്ളതെങ്കിലും ഞാൻ ആ കാര്യത്തിൽ ബൈബിളിനോടൊപ്പമാണ്. അപ്പോൾ ശരി.